നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാമങ്ങാട്. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെ ഫാം ഹൗസിന് മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോകാതിരിക്കാനായി പുലർച്ചെ 4 മണി മുതൽ പോലീസ് സംഘം ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഫാം ഹൗസിന് പുറത്തേക്ക് പോകാൻ ബോബി ചെമ്മണ്ണൂർ കാറുമെടുത്ത് വരുമ്പോൾ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ആശ്വാസമെന്നും നടി ഹണി റോസ് പറഞ്ഞു. നീതിക്കായാണ് തൻ്റെ പോരാട്ടമെന്നും അതും ഫലം കാണുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും കേസിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും DGPയും ഉറപ്പു നൽകിയിരുന്നുവെന്നും ഹണി റോസ് വ്യക്തമാക്കി. തൻ്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെയാകണമായിരുന്നു എന്ന് തോന്നിയതായും ഹണി റോസ് പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗികാധിക്ഷേപ പരാതിയിൽ നടി ഹണി റോസിന് പിന്തുണയുമായി സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്ക നടി തുടങ്ങിവെച്ചിരിക്കുന്ന ധീരമായ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതായും സൈബർ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ കൂട്ടായ പ്രതിരോധത്തിന്റെ നാന്ദിയാണ് ഇത് കാണിക്കുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഫെഫ്ക വ്യക്തമാക്കി. ISRO നടത്തുന്ന സ്പേസിംഗ് ഡോക്കിംഗ് പരീക്ഷണം നാളെ. ഇസ്രോ 2024 ഡിസംബർ 30 വിക്ഷേപിച്ച സ്പേസ് ഡെക്സ് ദൗത്യത്തിലെ ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് ISROയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് സ്പേസ് ഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം ആരംഭിക്കും. ഇസ്രോയുടെ ഔദ്യോഗിക YouTube ചാനൽ നാളെ രാവിലെ 8 മണി മുതൽ ബഹിരാകാശ ഡോക്കിംഗ് തത്സമയം കാണാം. ചന്ദ്രയാൻ 4 ആണ് ഭാവിയിലെ പ്രധാന ദൗത്യമെന്ന് ISRO നിയുക്ത ചെയർമാൻ ഡോക്ടർ V നാരായണൻ പറഞ്ഞു. ചുമതല ഏൽപ്പിച്ച പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും രാജ്യത്തിനും നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2040 വരെയുള്ള കൃത്യമായ സ്പേസ് വിഷൻ ഇസ്രോയ്ക്കുണ്ട്. ISRO ഒരു വ്യക്തിയുടെ വിജയമല്ല, ഒരു ടീമിന്റെ വിജയമാണ് എന്നും ചെയർമാൻ പദവിയിലെത്തിയ ശേഷം V നാരായണൻ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തു. 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് അപ്പീൽ നൽകിയത്. KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്. പെരിയ ഇരട്ടക്കൊലക്കേസ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ ജയിലിലെത്തി സന്ദർശിച്ച് CPM നേതാക്കളായ PV ദിവ്യയും PK ശ്രീമതിയും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഇരുവരും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി പ്രതികളെ സന്ദർശിച്ചത്. ശിക്ഷാവിധി ഹൈക്കോടതി മരവിപ്പിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണെന്നും പ്രതികളെ കാണാനെത്തിയത് മനുഷ്യത്വപരമായ കാര്യമാണെന്നും PK ശ്രീമതി പറഞ്ഞു. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കലും തിരക്കലും വിട്ട് 6 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച സന്ധ്യയോടെയാണ് സംഭവം. വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് വൈകുണ്ഠദ്വാര ദർശനത്തിൽ ടോക്കൺ വിതരണ കൗണ്ടറിന് മുന്നിലാണ് തിക്കും തിരക്കുമുണ്ടായി. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളാണെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടുക്കം രേഖപ്പെടുത്തി. ഇസ്രോയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റി. സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ നടത്താനിരുന്ന ഉപഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ മാറ്റിവെച്ചത്. ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെക്കുകയാണെന്നും ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും ISRO അറിയിച്ചു. ഡോക്കിങ്ങിനായി ഉപഗ്രഹങ്ങൾ തമ്മിൽ ദൂരം കുറച്ചുകൊണ്ടുവരുന്നതിൻ്റെ വേഗം കൂടിയതോടെയാണ് ദൗത്യം മാറ്റിവെച്ചത്. ഉപഗ്രഹങ്ങൾ തമ്മിൽ അടുക്കുന്നതിൻ്റെ വേഗത പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നുവെന്നും ഇസ്രോ അറിയിച്ചു. ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ബഹിരാകാശത്ത് വെച്ച് നടത്തുന്ന ചരിത്രപരമായ ദൗത്യമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർണാടക കുട്ട സ്വദേശിയായ വിഷ്ണു 22 എന്ന യുവാവ് മരിച്ചു. പുൽപ്പള്ളിക്കടുത്ത് പാതിരി റിസർവ് വനത്തിൽ പൊളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചാണ് കാട്ടാന ആക്രമിക്കുന്നത്. റിസർവ് വനത്തിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. രാത്രികാല പരിശോധനയുണ്ടായിരുന്ന വനപാലകർ ഉടൻ സ്ഥലത്തെത്തി യുവാവിനെ ചുമന്ന് വനപാതയിലെത്തി വനംവകുപ്പ് ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരിക്കുകയായിരുന്നു.
63ാമത് സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിന് സ്വന്തം. 4 നൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശ്ശൂരിലെത്തുന്നത്. 1008 പോയിന്റ് നേടിയാണ് തൃശ്ശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. തൃശ്ശൂർ കോളേജ് സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം 12ാം തവണയും ചാമ്പ്യന്മാരായി. 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 1007 പോയിന്റോടെ പാലക്കാട് 2ാം സ്ഥാനത്താണ്. തുടക്കം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിരുന്ന കണ്ണൂർ ജില്ലയാണ് 3ാം സ്ഥാനത്ത്. സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവേശമായി ആസിഫ് അലിയും ടൊവിനോ തോമസും അതിഥികളായെത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിന് മുന്നിൽ നമുക്ക് തലയെടുപ്പോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന മഹാമേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പരാതികൾ ഇല്ലാതെ ഭംഗിയായി കലോത്സവം സംഘടിപ്പിച്ചതിന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടി ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ഇന്നലെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചമ്മണ്ണൂറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചി സെൻട്രൽ പോലീസാണ് ബോബി ചമ്മണ്ണൂറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊച്ചി പോലീസ് 7 മണിയോടെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിലായ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. അറസ്റ്റിലായ ബോബി ചമ്മണ്ണൂരിന്റെ ഐഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അറസ്റ്റിലായ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെ ഇന്ന് രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി 11:30 വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നും ബോബി ചമ്മണ്ണൂർ ആവർത്തിച്ചു. ബോബി ചമ്മണ്ണൂർ വിഷയത്തെ തനിക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ് നടി ഹണി റോസ്. ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഹണി നന്ദി അറിയിച്ചത്. ചമ്മണ്ണൂരിനെതിരായ നിയമ നടപടി സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കും അപമാനിക്കുന്നവർക്കും സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്കുമുള്ള ശക്തമായ താക്കീതാണെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നിയമത്തിന്റെ വഴി തേടുകയും ചെയ്ത ചലച്ചിത്ര താരത്തിന്റെ നടപടി ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനം ഇക്കൊല്ലം അതിദാരിദ്ര്യ മുക്തമാകുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും എല്ലാ ജില്ലകളിലും കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൈക്കാട് അതിഥി മന്ദിരത്തിൽ 2 ദിവസമായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.